ഡേ 3 ഓഫ് ദ ട്രിപ്പ്. നമ്മളെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ ട്രിപ്പിൻ്റെ. ഇന്ന് നമ്മൾ സ്കൂബ ഡൈവിങ്ങും കയാക്കിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. വണ്ടി ഓൾമോസ്റ്റ് എത്തി. സോ ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടികൾ. എല്ലാവരും വന്നില്ല എന്ന് തോന്നുന്നില്ല, ആരും ഓടിച്ചാടി വരുന്നേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി. ഇനി നമ്മൾ പോകുന്നത് സ്കൂബ ഡൈവിങ് ചെയ്യാനും അതുപോലെ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അഗത്തിയിലാണ് സ്റ്റേ. അപ്പോൾ അഗത്തിയിലുള്ള ഒരു പ്ലേസിൽ തന്നെ പോയിട്ടാണ് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ ആയിരുന്നു, നല്ല മഴയ്ക്കുള്ള കോളുണ്ടായിരുന്നു. മഴ പെയ്യുകയും ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഒന്ന് പാനിക്കായി, ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു കയാക്കിങ് ചെയ്യണോ. കാരണം സത്യം പറയാം, എനിക്ക് അത്ര ധൈര്യമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അപ്പോൾ രണ്ടും കൽപ്പിച്ചത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഇതിൽ നമ്മൾ ചെയ്തു. ഞാനാണ് ഫസ്റ്റ് കയാക്കിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് സ്വിം ചെയ്യുന്ന ഒരു ചേട്ടനാണിത്, അമീർക്ക. പുള്ളിനെ തന്നെയാണ് ഞാൻ കൂട്ടിയത്, കാരണം എനിക്ക് സ്വിമ്മിങ് അറിയില്ല. സോ ഇൻ കേസ് ഇഫ് സംതിങ് ഗോസ് റോങ്, എനിക്ക് എന്നെ സേവ് ചെയ്യാൻ ഒരാൾ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് ഒക്കെയാണ് തുഴയേണ്ടതെന്ന് പറഞ്ഞ് കറക്റ്റ് നമ്മൾ കയാക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി. അപ്പോൾ ബാക്കി എല്ലാവരും അകത്തേക്ക് ഓടിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് 15 മിനിറ്റ്സിൻ്റെ കയാക്കിങ് ഓൾമോസ്റ്റ് 30 to 45 മിനിറ്റ്സ് നമുക്ക് കയാക്കിങ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ടൈം കിട്ടി. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ തിങ് ഐ ഡിഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പം നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോയി. അവർ പറഞ്ഞായിരുന്നു ക്ലിയർ വ്യൂ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ വി ഡിഡ് ദ സ്കൂബ ഡൈവിങ്. ഞാൻ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തേനെ. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എൻ്റെ കൈയും കാലും വരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ വിറയിൽ വെച്ചിട്ടാണ് ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയത്. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ദേ സപ്പോർട്ടഡ് മീ എ ലോട്ട്. ദേ കാണുന്ന ചേട്ടൻ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന അപ്പം നമ്മൾ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാമായ ഗ്ലാസ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വണ്ടി വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ഡൺ. പിന്നെ രാത്രി എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ അടുത്തൊരു ടീ ഷോപ്പ് എന്തൊക്കെ കഫേ ഉണ്ട്. അപ്പോൾ 1 o'clock വരെ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ മോർണിംഗ് സൺറൈസ് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. നടപടിയാവുമെന്ന് അറിയില്ല, ബട്ട് ലെറ്റ്സ് സീ. ആരെടുത്തൊന്നോ ഗോപ്രോ അടിച്ചു മാറ്റി വന്നേക്ക, സ്വന്തമായിട്ട് അതൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. പക്ഷെ ഏത് കാലത്താണ് ഈ ട്രിപ്പിന്റെ വീഡിയോ കിട്ടാന്ന് ദൈവത്തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ചോദിക്കാൻ പാടുള്ളതല്ല. എവിടേക്കാണ് അമീർ കമ്മള്? നമ്മളിപ്പോ പോകുന്നത് കൽപ്പട്ടി ദ്വീപിലേക്ക്. അതിമനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കൽപ്പട്ടി ദ്വീപിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, അതിമനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തോട് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് കൂടി പോകുന്നുണ്ട്. ബട്ട് അത് സർപ്രൈസ് ആണ്. അപ്പൊ പറയാം സർപ്രൈസ്. നെക്സ്റ്റ് ഇനി നമ്മൾ പോകുന്നത് നമ്മളെ കൽപ്പറ്റി ഐലൻഡിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കയറുന്നത് ഇത് ഈ ഒരു ഗ്ലാസ് ബോട്ടാണ് കേട്ടോ. അടിപൊളി ബോട്ടാണ്. നമുക്ക് ചുറ്റിനും ഇങ്ങനെ ഇരുന്നിട്ട് സെൻറ്ററിൽ ഗ്ലാസ് ഉണ്ടാവും. ആൻഡ് ആ ഗ്ലാസ് ത്രൂ നമുക്ക് കടലിൻ്റെ അടിയിലുള്ള കോറൽസും ഫിഷസും പിന്നെ ആമേനൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങൾ ഇത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അപ്പുറത്തെ ബോട്ടിൽ കയറി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇത്ര പേരുള്ളത് കൊണ്ട് അത്ര ക്രൗഡഡ് അല്ലായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പ്ലസ് നമ്മൾ ആ ബോട്ടിൽ കൊണ്ടുപോയ ചേട്ടൻ അടിപൊളിയായിരുന്നു. എനിക്ക് സ്പെഷ്യലായിട്ടൊരു റീൽ ഉണ്ടാക്കാനായിട്ടൊരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരു ആമേനെയാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ നോർമലി അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മേ ബി ഇത് അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഒരു ട്രിപ്പ് എടുത്ത് അങ്ങനെ പോയിട്ട് ഈ കോറൽസും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ ആൻഡ് എവറിത്തിങ്. ഈ കാണുന്നതാണ് ബ്രെയിൻ കോറൽസ്. പിന്നെ അതിൽ ഫിംഗർ കോറൽസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് കോറൽസ് ഉണ്ട്. അവർ ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു തന്നു. കുറച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് ഞാൻ ഓർക്കുന്നില്ല. മൈ ഫോൾട്ട്.
അതല്ലാതെ തന്നെ അതിൽ കുറേ ഫിഷസും കാര്യങ്ങളുണ്ട്. നീമോ ഫിഷസ്, അതുപോലെ പാരറ്റ് ഫിഷ്, സൺസെറ്റ് ഫിഷോ, അങ്ങനെ കുറേ പേര് പുള്ളിക്കാരൻ പറഞ്ഞു തന്നായിരുന്നു. ഈ കാണുന്ന ആട്ടോ ഫിംഗർ കോറൽസ് നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഇൻ ജനറിക് നമ്മൾ നേരിട്ട് ആ വ്യൂ കാണുമ്പം ഇറ്റ് വാസ് ലിറ്ററലി സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ ഫോർ യുവർ ഐസ്. നമ്മളൊരു അക്വേറിയം ഒക്കെ കാണുന്ന പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഒരുപാട് ഫിഷസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ആഫ്റ്റർ ദ ബോട്ട് ട്രിപ്പ് നമ്മൾ കൽപ്പറ്റി ഐലൻഡിൽ എത്തിയേക്കാണ്. ഇത് ഒരു ടോപ്പോഗ്രഫിക് ആയിട്ടുള്ള കോസ്റ്റൽ ലൈനൊക്കെ ഉള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമ്മളിവിടെ വന്നേക്കുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി വ്യൂ ആണ്. ചെറിയൊരു ക്ലിപ്പ് എൻ്റെ കയ്യിലുള്ളൂ, കാരണം അത് ഞാൻ എടുത്തത് പോർട്രേറ്റ് മോഡലായിരുന്നു. സോ അത് ഞാൻ അവസാനം ഇട്ടേക്കാം. അപ്പോൾ നമ്മളെല്ലാവരും എൻജോയ് ഒക്കെ ചെയ്ത് കുറേ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തു.